കോട്ടയം പാലാ നഗരസഭാ ഭരണസമിതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാണി സി കാപ്പൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട ശ്രമം യുഡിഎഫ് സ്വതന്ത്ര കൂട്ടായ്മ കൗൺസിലർമാരുടെ യോഗം വിളിച്ചു. അതേസമയം പാലാ നഗരസഭയിലെ ടീം യുഡിഎഫ് വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ നിന്ന് ചെയർപേഴ്സൺ ദിയ ഉൾപ്പെടെ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 കൗൺസിലർമാരും ലെഫ്റ്റായ സ്ക്രീൻഷോട്ട് പുറത്തുവന്നു. 26-അംഗ കൗൺസിലിൽ LDF-ന് 12-ഉം UDF-ന് 10-ഉം കൗൺസിലർമാരുണ്ട്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരുടെ ഉൾപ്പെടെ 4 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് UDF നഗരസഭാ ഭരണം പിടിച്ചത്. കോൺഗ്രസും സ്വതന്ത്ര കൂട്ടായ്മയും തമ്മിൽ നിലനിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയതോടുകൂടിയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ബിനു പുളിക്കക്കണ്ടം തന്നെ മർദ്ദിച്ചുവെന്ന് കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസും തന്റെ വാച്ചും വിലപിടിപ്പുള്ള ഫയലും ബിജു മാത്യൂസ് മോഷ്ടിച്ചെന്ന് ദിയ പുളിക്കക്കണ്ടവും പോലീസിൽ പരാതി നൽകി. മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇരുവിഭാഗവും തുറന്നടിച്ചു. നഗരസഭയിൽ വികസനം നടക്കുന്നില്ലെന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ബിജു മാത്യൂസ് ഉയർത്തിയിട്ടും കോൺഗ്രസ് നേതൃത്വം ഇടപെടാത്തതിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടുകൂടിയാണ് ബിജു മാത്യൂസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് സ്വതന്ത്ര കൂട്ടായ്മയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ടീം UDF വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചെയർപേഴ്സൺ ദിയ ഉൾപ്പെടെ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർ ലെഫ്റ്റായത്. ടീം UDF എന്ന ചിന്തയാണ് മുന്നോട്ട് നയിച്ചതെന്നും ഇപ്പോൾ യാതൊരു പൊരുത്തവുമില്ലെന്നും ബിനു പുളിക്കക്കണ്ടത്തിന്റെ കുറിപ്പ്. എല്ലാവരോടും നന്ദിയെന്ന് ദിയ പുളിക്കക്കണ്ടം പ്രതികരിച്ചു. അതേസമയം പ്രശ്നം പരിഹരിക്കാനുള്ള അവസാനഘട്ട ശ്രമമാണ് മാണി സി കാപ്പൻ MLA-യുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. UDF കൗൺസിലർമാരുടെ പ്രശ്നങ്ങൾ MLA വിശദമായി കേൾക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. ന്യൂസ് മലയാളം, കോട്ടയം.